ഉത്തർപ്രദേശിലെ പരാജയത്തിൽ നിന്ന് BJPയും ഒരളവ് വരെ RSSും മുക്തരായിട്ടില്ല എന്ന് തോന്നുന്നു. RSSൻ്റെ താരതമ്യേന അത്ര വലിയ പരിപാടിയല്ലാത്ത ഒന്ന് കഴിഞ്ഞ ദിവസം UP യിൽ നടന്നു. അതിൽ പങ്കെടുക്കാനായി സർസംഘചാലകൻ മോഹൻ ഭാഗവത് UP യിലെത്തുകയും ചെയ്തു. ലക്നൗവിലെത്തി അദ്ദേഹം ഗോരഖ്പൂരിൽ യോഗി ആദിത്യനാഥുമായി മുറിയടച്ച് മണിക്കൂറുകൾ ചർച്ച നടത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ശരിയായിരിക്കുമോ? അദ്ദേഹം രണ്ട് തവണ സംസാരിച്ചു. ഉച്ചയ്ക്കും രാത്രി 8:30 2 തവണ. ഒരെണ്ണം RSSൻ്റെ ഈ സ്കൂൾ ഉണ്ടല്ലോ, ആ സ്കൂളിൻ്റെ മേഖലയിലാണ് എന്നാണ് റിപ്പോർട്ടുകളിൽ കണ്ടത്. അത് അവർക്ക് ചർച്ച ചെയ്യാനുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അതിന് പശ്ചാത്തലമുണ്ട്. കാരണം മോഹൻ ഭാഗവത് തന്നെ നാഗ്പൂരിൽ ആ ശിക്ഷാവർഗിൻ്റെ സമാപനത്തിൽ ഒരു പ്രഭാഷണം നടത്തിയതിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പദവിക്ക് നിരക്കുന്ന വിധത്തിൽ അദ്ദേഹം തുറന്ന് ചില കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും ചില സൂചനകളൊക്കെ അതിലുണ്ടായിരുന്നു. സമവായം ആണ് എപ്പോഴും വേണ്ടത്. ഈ വോട്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ യുദ്ധമല്ല, അതൊരു മത്സരമാണ്. അത് കഴിഞ്ഞാൽ തീർന്നു. അത് തീർന്നു. ആ കൂട്ടത്തിൽ തന്നെ മര്യാദയ്ക്ക് സംസാരിച്ചൊക്കെയാണ് പോകേണ്ടിയിരുന്നത്. ഈ പക്ഷേ അത് ഈ അഹങ്കാരം പാടില്ലായിരുന്നു. ഞാൻ എന്നുള്ളത് നമ്മൾ എന്ന് പറയണം. ഓക്കെ. പക്ഷേ സാർ, അതൊരു സംശയം. ഇതെല്ലാം BJP കുറിച്ചാണെന്ന് നമ്മൾ കരുതേണ്ട കാര്യമുണ്ട്. കാരണം ഇലക്ഷൻ കഴിഞ്ഞു, ഇനി വിദ്വേഷം പാടില്ല എന്നുള്ളത് BJPക്കും കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കും എല്ലാവർക്കും ബാധകമാണ്. അതെ, അഹങ്കാരം പാടില്ല എന്നുള്ളത് മനുഷ്യ കുലത്തിന് തന്നെ ബാധകം. മമതാ ബാനർജിക്ക് പ്രത്യേക ബാധകമാണ്. അതെ. അപ്പൊ പിന്നെ ഇതെല്ലാം BJPയുടെ നെഞ്ചത്തോട് നോക്കുന്നതിനാ? അതെ. അപ്പൊ അതുകൊണ്ട് ഇത് അദ്ദേഹം, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ പദവിക്ക് നിരക്കുന്ന വിധത്തിലാണ് പറഞ്ഞത്. പക്ഷെ RSSന്റെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ ചുമതലപ്പെടുത്തപ്പെട്ട ആളോ എന്നൊക്കെ വിശ്വസിക്കുന്ന അവരുടെ സൈദ്ധാന്തികൻ ആയിട്ടുള്ള രത്തൻ ശാർദ RSSന്റെ തന്നെ വാരികയായ ഓർഗനൈസറിലൊരു ലേഖനം എഴുതി. RSSന്റെ ഓർഗനൈസറിൽ മുഖപ്രസംഗം വന്നു. അതിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. RSS എന്ന് പറഞ്ഞ ഈ രത്തൻ ശർദയുടെ ലേഖനമല്ലേ ചർച്ച ചെയ്യപ്പെട്ട? മുഖപ്രസംഗം അങ്ങനെ ചർച്ചയായിട്ടില്ല. മുഖപ്രസംഗത്തിലും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെയോ? അതിന് പുറമെ ഈ രത്തൻ ശാരദ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിന്റ്, ഔട്ട്ലുക്ക്, ഇതിൻ്റെയൊക്കെ ഓൺലൈൻ ഉണ്ടല്ലോ വീഡിയോ, അതിൽ ഇൻ്റർവ്യൂ കൊടുത്തതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അതും RSSന് കൺസേൺ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് സൈദ്ധാന്തികം പറഞ്ഞാണ് എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് മോഹൻ ഭാഗവതൊക്കെ എപ്പോഴും ഫോണിലൊക്കെ സംസാരിക്കാൻ കഴിയുന്ന ആളാണ്. നമുക്കൊക്കെ അറിയാവുന്ന ഒരാളെ കുറിച്ച് പറയാം. കേരളത്തിൽ ശബരിമല പ്രക്ഷോഭം നടക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട TG മോഹൻദാസ് അടക്കമുള്ള ആളുകൾ, അദ്ദേഹമൊക്കെ ശബരിമലയിൽ യുവതികളും കയറിയാൽ കുഴപ്പമില്ലാത്ത സ്റ്റാൻഡ് അന്നെടുക്കുകയും ഇന്നും അതേ നിലപാടിൽ തുടരുന്ന ആളുകളാണ്. അതുകൊണ്ട് TG അക്കാര്യത്തിൽ പറഞ്ഞ അഭിപ്രായം RSSൻ്റെ ആണോ? TG പറഞ്ഞത് RSSൻ്റെ ആണോ എന്ന് ചോദിച്ചാൽ, അവരുടെ പ്രതിനിധി സമ്മേളനത്തിൽ റിപ്പോർട്ടിൽ അവിടെ സ്ത്രീ പ്രവേശനം ആണ് എന്നുള്ളത് ഔദ്യോഗിക നിലപാടായിട്ട് വന്നതാണ്. അതും TG എപ്പോഴും ചൂണ്ടിക്കാണിക്കാറുണ്ടല്ലോ. ഇത് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന എന്താന്ന് വെച്ചാൽ, ഈ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറഞ്ഞ R ഹരിയുടെ പുസ്തകം ഞാനാണ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്തത്. ഓഫ് വിത്തൗട്ട് ഗ്രോൺ റൂൾസ് മറ്റേ പറഞ്ഞിട്ട് ടൈറ്റില്. അത് തുടങ്ങുന്നത് തന്നെ ഈ ഹരിയും ഇതിൻ്റെ സൈദ്ധാന്തികനായതുകൊണ്ട് ഈ പ്രതിനിധി സമ്മേളനത്തിൽ അവതരിപ്പിച്ച മൻമോഹൻ വൈദ്യ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ നിന്നുള്ള ഈ ഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് അത് തുടങ്ങുന്നത് പുസ്തകം. അത് ഔദ്യോഗിക നയം ആണ് RSSന്റെ. പക്ഷെ ഇവിടെ ബഹളം വന്നപ്പോൾ പ്ലേറ്റ് മാറ്റുകയാണ് ചെയ്തത്. അതെ, ഓക്കെ, അഗ്രീഡ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അതിനകത്തിപ്പം ഈ മോഹൻ വൈദ്യ അവതരിപ്പിച്ച ഒരു RSSന്റെ നയം ഉണ്ടായിരുന്നു സാറ് പറയുന്നു. ആ നയമാണ് TG പറഞ്ഞത്. പിന്നീട് RSS നിലപാട് മാറ്റിയെന്നാണ് പറയുന്നത്. അതുപോലെ രത്തൻ ശർദ ഈ പറയുന്നത് RSSന്റെ നയമാണെന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അല്ല, RSSന്റെ നയമാണെന്ന് പറഞ്ഞാൽ ഈ വോട്ടെടുപ്പിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെയാണല്ലോ സൂചിപ്പിച്ചത്. ഇത് കഴിഞ്ഞിട്ട് മറ്റേ മോദി കാ പരിവാർ എന്നുള്ള
ലോഗോ ഇല്ലേ, ആ സാധനം എടുത്ത് കളഞ്ഞല്ലോ. അല്ല അതിനകത്തും ഇത് കണക്ട് ചെയ്യേണ്ട എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം തിരഞ്ഞെടുപ്പ് കാലത്ത് കുടുംബത്തെക്കുറിച്ച് ആക്ഷേപിച്ച്, മോദിയുടെ കുടുംബത്തെക്കുറിച്ച് ആക്ഷേപിച്ച് ലല്ലു പ്രസാദ് പ്രസംഗം നടത്തിയപ്പോൾ ഇലക്ഷന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ക്യാമ്പയിനാണ്. ഇലക്ഷൻ ഈസ് ഓവർ. അല്ല, അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാക്കിയതാണ്. പക്ഷേ അപ്പോഴും വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംഘപരിവാരം ആളുകൾ പറയുന്നത് ഞാൻ എന്ന് പറഞ്ഞ ആളുകൾ നടക്കാതെ നമ്മൾ എന്ന് പറയണം എന്നുള്ളതാണ് സംഘം പഠിപ്പിച്ചിട്ടുള്ളത്. കാര്യമുണ്ട് സാർ. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ 10 വർഷം ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിൻ്റെയും സകല സാംസ്കാരിക നായകരുടെയും ഈ പറഞ്ഞ മാധ്യമങ്ങളുടെയൊക്കെ ആരോപണം മുഴുവൻ RSSനോ BJPക്കെതിരെ അല്ല, ഒരു മനുഷ്യനെതിരെയാണ്. ഈ മോദി എന്ന് പറഞ്ഞ ഒരൊറ്റ ആൾക്കെതിരെയായിരുന്നു ഈ ആക്രമണം മുഴുവൻ. അതിന് RSS പ്രതിരോധം ചെയ്യുന്നുണ്ടല്ലോ. അവരുടെ വാരികകളിൽ, അവരുടെ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ RSSന് വേറെ, ആ സ്വയം സേവകർക്ക് വേറെ ജോലികളുണ്ട്. ശാരദ ഈ ഇൻ്റർവ്യൂസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞങ്ങളുടെ സേവനം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കണം. എന്നിട്ട് ഇത്തവണ അദ്ദേഹം അഭിമുഖത്തിൽ പറയുന്നുണ്ട്, നഡ്ഡ മറ്റേ BJP വളർന്നു, ഞങ്ങൾക്കിപ്പോൾ RSSൻ്റെ സഹായം ആവശ്യമില്ല എന്നുള്ളത് പറയുന്നത് ശരിയായിരിക്കാം. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത്. പക്ഷേ അത് നദ്ദ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല സാർ, ആണോ? അത് ഒരു 2 വരി അടർത്തിയെടുത്ത് അതിന് മുമ്പും പുറകു ശേഷമുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ചില മാധ്യമങ്ങൾ ഉണ്ടാക്കിയ സാധനമാണ്. ആ കാര്യം ഇയാൾ പറയുന്നുണ്ട്, സൈദ്ധാന്തികൻ. ഞാനും അത് പറഞ്ഞു എന്ന് വരും. കാരണം ഇപ്പൊ BJP വലുതായിട്ട് വളർന്നിട്ടുണ്ട്. സംഘം ആഗ്രഹിക്കുന്നതല്ലേ, എല്ലാ സംഘപരിവാര എല്ലാ സംഘടനകളും കാലിൽ നിൽക്കണം. പക്ഷെ അത് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത് അനവസരത്തിലായിപ്പോയി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് അനവസരത്തിലാണ് എന്നുള്ളത് എനിക്കും തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വ്യാഖ്യാനങ്ങൾക്ക് അത് വഴി. എഗ്രീഡ്. ഞാൻ ചോദിക്കട്ടെ സാർ, RSSൻ്റെ പ്രവർത്തകർ, സംഘത്തിൻ്റെ പ്രവർത്തകർക്ക് ഉന്നതമായ ദേശീയ ബോധവും രാഷ്ട്രീയ ദാർഢ്യവുമുള്ള ആളുകളാണ്, തർക്കമില്ലല്ലോ. അവർക്കറിയാം RSSൻ്റെ 100ാം വാർഷികം വരുന്നു. 2025 വിജയദശമിക്ക് 100ാം വാർഷികമാണ്, 100 വർഷം ആവുകയാണ്. ആ സമയത്ത് സ്വന്തം പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരു സർക്കാർ വരണോ വേണ്ടയോ എന്നുകൂടി ആലോചിക്കാനുള്ള ബോധം RSSനില്ല. സർക്കാർ വേണ്ടാന്നൊന്നും അവർ വെച്ചിട്ടില്ലല്ലോ. സർക്കാർ വേണ്ടാന്നൊന്നും വെച്ചിട്ടില്ല. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കാലുമാറ്റക്കാർക്ക് വലിയ അവസരങ്ങൾ കൊടുത്തു. സീറ്റുകൾ ഉത്തർപ്രദേശിൽ കൊടുത്തപ്പോൾ, മഹാരാഷ്ട്രയിൽ കൊടുത്തപ്പോൾ, ഈ 2 സ്ഥലത്തിനെ പറ്റി പ്രത്യേകം ഈ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ രത്തൻ ചാർദിയെ പോലൊരാളെ ആളുകളോട് ചോദിക്കാതെ, ഞാൻ പറയട്ടെ, അയാൾ ഒരു തവണ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമ്മതിക്കാം. അയാൾ പിന്നെ പറയണ്ടെന്നുണ്ടെങ്കിൽ സർസംഘ ചാലകനും വിളിച്ചിട്ട് ഇതോടുകൂടി മതി എന്ന് പറയാം. പക്ഷെ ഇത് ആവർത്തിക്കുന്നുണ്ട്. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. 2 പേരുകൾ അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അത് മുമ്പ് ഓർഗനൈസറിലെ ആർട്ടിക്കിൾ ലേഖനത്തിൽ ഇല്ലായിരുന്നു. ഒന്ന്, കൃപാശങ്കർ സിംഗ് എന്ന് പറഞ്ഞയാൾ ഉത്തർപ്രദേശിൽ ജോൺപൂരിൽ തോറ്റുപോയി. അവിടെ SP-യുടെ ബാജ് സിംഗ് കുശ്വാഹ 99,335 വോട്ടിന് ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. ഈ കൃപാശങ്കർ സിംഗ് എന്ന് പറഞ്ഞ ആൾ മുമ്പ് ബോംബെയിൽ മന്ത്രിയായിരുന്നു, മഹാരാഷ്ട്രയിൽ മന്ത്രിയായിരുന്നു. അയാൾ പറഞ്ഞിട്ടുണ്ട് 2019 ഈ NDAയുടെ കശ്മീർ നയത്തിൽ പ്രതിഷേധിച്ച് RSSൻ്റെ നയം ശരിയല്ല എന്ന് പറഞ്ഞിരുന്ന ആളാണ് ഇയാൾ. മുംബൈയിലെ സ്ഫോടനത്തിൻ്റെ പിന്നിൽ RSS ഭീകരതയാണെന്ന് പറഞ്ഞിരുന്ന ആളാണ് ഇയാൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇയാൾ കാലുമാറിയപ്പോൾ കോൺഗ്രസ്സിലുണ്ടായിരുന്ന ആളെ, ഇയാൾ PCC പ്രസിഡൻറ്റുമായിരുന്നു, കോൺഗ്രസ്സിലുണ്ടായിരുന്ന ഇയാളെ എന്തിനാണ് നമ്മൾ ചുമന്ന്, അയാൾ ജോൺപൂർക്കാരനാണ്, ഉത്തർപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ മന്ത്രിയായിരുന്ന ഇയാൾ, RSS ഭീകര സംഘടനയാണെന്ന് പറഞ്ഞിരുന്ന ഇയാൾ, അതിൽ ഒരു ഖേദവും പ്രകടിപ്പിക്കാത്ത ഇയാളെ നമ്മൾ എന്തിനാണ്, BJP എന്തിനാണ് ജോൺപൂരിൽ ഇത്തവണ സ്ഥാനാർത്ഥിയാക്കിയത്? ന്യായമായ ചോദ്യമാണ്. കാലുമാറ്റക്കാരനെ അയാൾ ഒരു പക്ഷേ ഈ ഞാനും ഭാര്യയും പിന്നീട് തെങ്ങുകയറ്റക്കാരനും മാത്രം മതി എന്നുള്ള പോളിസി കൊണ്ട് പാർട്ടി നടത്തി കൊണ്ടുപോകാൻ പറ്റില്ല. വരാൻ താല്പര്യപ്പെട്ട് വരുന്ന ആളുകളൊക്കെ കൂട്ടിയിണക്കി കൊണ്ട് ഏതൊരു പ്രസ്ഥാനത്തിനും എഴുതാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ ആളുകൾ സ്വീകരിക്കുമ്പോൾ കുറച്ച് ജാഗ്രത വേണമെന്നുള്ള ഓക്കെ. പക്ഷേ എൻ്റെ സംശയം അതല്ല സാർ. BJP തെറ്റ് ചെയ്തു, സപ്പോസ് മുഴുവൻ ചെയ്ത് തെറ്റാണ്, എന്നാലും
അവരെ ഒന്ന് ശിക്ഷിക്കാമെന്ന് വെച്ച് BJPക്ക് വോട്ട് ചെയ്യാതെ എതിർ പാർട്ടിക്ക് സംഘപ്രവർത്തകർ വോട്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കണം. വൃത്തികേടാണ്. അങ്ങനെ ചെയ്യുമോ എന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വൃത്തികേട്. അതായത് ഈ ആർട്ടിക്കിൾസിലൊക്കെ പറഞ്ഞിരുന്നത് BJP വളരെ വലുതാണെന്ന് നട്ട പറഞ്ഞാണല്ലോ. സംഘപ്രവർത്തകർക്ക് കാര്യകർത്താക്കൾ അവരുടേതായ ജോലികളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വരുമായിരുന്നു. പക്ഷെ പ്രാദേശിക കാര്യങ്ങൾക്ക് പോലും ഞങ്ങളുടെ ആളുകളോട് ചോദിച്ചിട്ടില്ല. ഞങ്ങൾ പലപ്പോഴും ഈ നേതാവിനെ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോട് മധ്യപ്രദേശിൽ നിന്നുള്ള ആൾ വന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് ഇദ്ദേഹം ലേഖനത്തിൽ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാൻ എൻ്റെ സംശയം വീണ്ടും ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ചെവിക്കൊണ്ടിട്ടില്ല. അതുകൊണ്ട് സംഘപ്രവർത്തകർ എന്ത് ചെയ്തു? വോട്ട് ചെയ്യാൻ പോവാതിരുന്നോ? സംഘപ്രവർത്തകർ വോട്ട് ചെയ്യാൻ പോയിട്ടില്ലായിരിക്കാം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ 2 ഘട്ടങ്ങളിൽ ഉത്തർപ്രദേശ് ഘട്ടം തിരിച്ചിട്ടുള്ള വോട്ടുകൾ നോക്കിയാൽ അവസാനത്തെ 5, 6, 7 ആ ഘട്ടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തോൽവി ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് കാണാം. അങ്ങനെ ഘട്ടങ്ങളായിട്ടുള്ളതിൽ നോക്കിയാലും കാണാം. ഇത് രണ്ടും ഈ പറയുന്ന ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും ആണല്ലോ. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ BJPയുടെ നിലപാടുകളിൽ നയങ്ങളിലുള്ള എതിർപ്പ് കൊണ്ട് സംഘപ്രവർത്തകർ വോട്ട് ചെയ്യാതിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സങ്കടകരമായ കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ ഒരു സംഘപ്രവർത്തകന് കഴിയുമോ? ഈ സങ്കടം നമുക്കുള്ളതല്ലോ. ഈ സങ്കടം തുടർച്ചയായിട്ട് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ഇയാൾ മാത്രമല്ലല്ലോ പറഞ്ഞേ, ഇന്ദ്രേഷ് കുമാറും പറഞ്ഞല്ലേ. ഈ നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ചെറിയ പണി, ഒരു ശിക്ഷ കൊടുത്തേക്കാന്ന് വിചാരിക്കുന്നത് വലിയ അധാർമികതയല്ലേ? ഭരണം പോയിരുന്നെങ്കിലോ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മോശമാണെന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. അപ്പൊ ഇന്ദ്രേഷ് കുമാറും പറഞ്ഞല്ലേ, ഇന്ദ്രേഷ് കുമാർ ഇവരുടെ മുസ്ലിം മഞ്ചിന്റെ ഭാരവാഹിയാണ്, RSSന്റെ. ചെറിയ ആളൊന്നുമല്ല. 2022 മുസ്ലിം നേതാക്കളെ മോഹൻ ഭാഗവത് ഡൽഹിയിൽ കണ്ടപ്പോൾ ഒരു മസ്ജിദിൽ പോയിട്ടാണ് കാണുമ്പോൾ ഈ ഇന്ദ്രേഷ് കുമാറും കൂടെ ഉണ്ട്. ഇന്ദ്രേഷ് കുമാറും കഴിഞ്ഞ ദിവസം കുറെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാണല്ലോ. രാമൻ ശിക്ഷിച്ചതാണെന്നും പറഞ്ഞതല്ലേ. ഇത് അവരുടെ വികാര പ്രകടനമാണിത്. ആ വികാര പ്രകടനം നമ്മൾ കാണാതിരുന്നിട്ട് നമുക്ക് കാണാം. അവർ തെരഞ്ഞെടുപ്പിന് ശേഷം ഇക്കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്തു കാണുമെന്നാണ് എൻ്റെ ആശങ്ക. ഇനി തെരഞ്ഞെടുപ്പിൽ അവരൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ വിചാരിക്കുക. അവർ പറയുന്നത് ഈ കാലുമാറ്റക്കാരെയൊക്കെ നമ്മൾ ചുമന്നപ്പോൾ നാട്ടുകാർക്കും ആവശ്യമില്ലായിരുന്നു, ഞങ്ങൾക്കും ആവശ്യമില്ലായിരുന്നു എന്നാണ് അവർ ഈ പറഞ്ഞു വരുന്നത്. RK സിംഗ് എന്ന് പറഞ്ഞൊരു ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന ആളുടെ കാര്യം പറയുന്നുണ്ട്. ബീഹാറിലെ ആരയിൽ നിന്നുള്ള ആളാണ് അയാൾ. ഇത്തവണ നിന്നപ്പോൾ ആരയിലെ ഒരു CPI ML സ്ഥാനാർത്ഥിയോട് തോറ്റു. സുധാമ പ്രസാദ് എന്ന് പറഞ്ഞ ML കാൻഡിഡേറ്റിനോട് അയാൾ തോറ്റുപോയിട്ടുണ്ട്. ഇയാളും RSS ഭീകര സംഘടനയാണെന്ന് പറഞ്ഞ ആളാണ്. അയാൾക്ക് പറയാമായിരുന്നു, രത്തൻ ശാരദ പറയാണ്, ഞാൻ UPA കാലത്ത് ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നപ്പോൾ RSS ഭീകര സംഘടനയാണെന്ന് പറഞ്ഞു പോയതാണ്, അത് അവരുടെ സമ്മർദ്ദം കൊണ്ടാണെന്നൊക്കെ പറയാമായിരുന്നു. ഉത്തരവാദപ്പെട്ട ആളോട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടില്ല, പബ്ലിക് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവര് നമ്മൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് അമിത്ഷായോടുമൊക്കെ വളരെ അടുപ്പം പുലർത്തുന്ന ആളുകളാണ്. ഈ 2 പേര് ഈ പരാമർശിച്ചപ്പെട്ടത് ഇത് നമ്മളുടെ സംഭാവനയല്ലല്ലോ. ഇത് RSSന്റെ സൈദ്ധാന്തികന്മാരും ബുദ്ധിജീവികളും. ഇന്ദ്രേഷ് കുമാറും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ഒക്കെ പാസ്സായ ആളാണ്. ഏതായാലും സാർ കിട്ടാനുള്ളത് കിട്ടി. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പറച്ചിലൊക്കെ നിർത്തിക്കൂടെ? അത് അവർക്ക് നിർത്തിക്കൂടെ? ഇതാണ് ഞാനും ചോദിക്കുന്നത്. അങ്ങനെ അവർ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാനുള്ളത് പറ്റി. ഇനിയെങ്കിലും നിർത്തൂ. അതെ, എന്നിട്ട് പാഠങ്ങൾ പഠിക്കൂ, തിരുത്തൂ. അതെ, റിവ്യൂ നടത്തണം എന്നുണ്ടെങ്കിൽ ആ അവലോകനത്തിന് വേണ്ടതൊക്കെ രേഖാമൂലം അങ്ങോട്ട് കൊടുക്കുക. അതെ, ഇത് പരസ്യമായിട്ട് പറയാതിരിക്കുക. അതെ 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 അതെ. അപ്പോൾ ഏതായാലും മോഹൻജിയും യോഗി ആദിത്യനാഥും തമ്മിലുള്ള മീറ്റിംഗ് ഗുണപരമായ ചില മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാകാം. കഴിഞ്ഞല്ലോ, ഇനിയും അല്ല. BJPയും സംഘവും ആയതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് കൃത്യമായി അറിയാവുന്നവരാണ്. അത് ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ടാവാം. അതെ, അല്ല, അവലോകനമൊക്കെ നടക്കാനുണ്ട് ഇനിയും ഉത്തർപ്രദേശിൻ്റെ.
കാരണം എന്താന്ന് വെച്ചാൽ അവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയും പസ്മിന്ദ മുസ്ലിംസ് എന്ന് പറയും, പാർശ്വവൽക്കരിക്കപ്പെട്ട മുസ്ലിങ്ങൾ എന്നാണ്, ഏറ്റവും ഡൗൺ ട്രോഡൻ. അവർ BJP-ക്ക് ഒപ്പം നിൽക്കുന്നവരാണ്. അവർക്ക് സ്കീംസ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരാളെ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് എടുത്തിട്ട് മന്ത്രിയാക്കിയിട്ടുമുണ്ട് അവിടെ. അങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ വോട്ട് പോലും കിട്ടിയിട്ടില്ല അവിടെ രാംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 100 ആ ഗ്രാമത്തിൽ ഒറ്റ വോട്ടും BJP കിട്ടിയില്ല. 500 വീട് കൊടുത്തു, 553 വീടുകൾ കൊടുത്തിരുന്നു. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ അകന്നുപോയി? ഇതൊക്കെയാണ് ഏതായാലും ഈ പരസ്യ ഈ സംഗതി. അത് മാത്രല്ല, ഈ രത്തൻ ശാരദ പോയി സംസാരിക്കുന്ന മാധ്യമങ്ങളുണ്ടല്ലോ, ഇവരൊന്നും RSS-നെയും BJP-നെയും നന്നാക്കാനുള്ള ഔട്ട്ലുക്കും അവിടെയൊക്കെയാണ് പോയി അദ്ദേഹം സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അദ്ദേഹം വലിയ നേതാവും വലിയ ആളുമൊക്കെ ആയിരിക്കാം, മോഹൻജിയൊക്കെ ആയിട്ടുള്ള അടുപ്പമുള്ള ആളുവാണെന്ന് അങ്ങ് പറഞ്ഞെനിക്ക് മനസ്സിലായി. പക്ഷേ ഇത്രയും ശത്രുപക്ഷത്ത് നിൽക്കുന്ന മാധ്യമങ്ങളുടെ മുന്നിൽ പോയി ഇത് വീണ്ടും പറഞ്ഞ് വാർത്തയാക്കുക, അവരുടെ ലക്ഷ്യം ഇതിനെ നന്നാക്കലല്ല. അദ്ദേഹം ഒരു ലേഖനത്തിൽ വിമർശിച്ചല്ലോ, എന്നാ പിന്നെ ഇയാളെ കൊണ്ട് കുറേയും കൂടി നമുക്ക് പറയിച്ച് ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാം. കുത്തിത്തിരിപ്പുണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാനുണ്ട്. അങ്ങനെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം.